അതിനുശേഷം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികൾക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അത് എല്ലാ രീതിയിലും കൂടുതൽ ഒരുപാട് സെലിബ്രിറ്റീസിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതോ ഐ മീൻ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് എന്നൊരു രീതിയിൽ അവർക്ക് എന്താ വേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും അവിടെ ചെന്നിട്ട് ഇപ്പൊ മോൾക്കാണെങ്കിൽ മോളുമായിട്ട് ഞാൻ അങ്ങ് ഇഴുകി ചേരും എന്നുള്ളതാണ്. അതെന്താ പറയുക, ഈ വെള്ളം പോലെ ഏത് പാത്രത്തിൽ ഒഴിക്കുന്ന അതിന്റെ ആകൃതി ആകുന്ന പോലെ നമ്മൾ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും ഓൾമോസ്റ്റ് അങ്ങനെയാണ്. നമുക്കിപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടി നമ്മളൊന്നും മിണ്ടില്ല, നമ്മുടെ ജോലിയെ തിരിച്ച്. എന്നെ സംബന്ധിച്ച് കേട്ടോ, ഞാൻ പ്രതികരിക്കാനൊന്നും പോവാറില്ല. ജോലിയെ തിരിച്ച് അടുത്ത് അവർ വിളിക്കുമ്പോൾ ഡേറ്റ് ഇല്ല എന്ന് പറയുക, ദാറ്റ്സ് ഇറ്റ്. അവിടെ സിമ്പിളായിട്ട് ഒഴിവാകും, വേറൊന്നുമല്ല. പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ കൂടെ ചെയ്യുന്നത് വ്യത്യസ്തമുണ്ട്. നമ്മളിപ്പോൾ ബ്രൈഡൽ ചെയ്യുന്ന പോലെയൊന്നും അല്ല. ഒത്തിരി പേഷ്യൻസ് വേണം, ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വേണം. ഓരോരുത്തരും ഓരോ രീതിയിലാണ്, ഓരോ ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരുള്ളവരാണ്. അതിപ്പോൾ ബ്രൈഡ്സ് ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ ചില ബ്രൈഡുകൾ പറയും, ചേച്ചി അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, അതാണ് ഇതാണ്. അപ്പം കണ്ണാടി നോക്കുന്നു, അവർ പറയാതെ ചുറ്റുമുള്ളവരൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കും, ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, 100 പ്രാവശ്യം എനിക്ക്, എന്നിട്ട് പറയൂ സമയമായി നമ്മളേറ്റ ടെൻഷനാക്കും. ഇങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞ് ഇവർ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ സ്ക്രീനിൽ കൂടെ കണ്ടിട്ട് ആ ഡയറക്ടർ ഓക്കെ പറയുന്നവരെ നമുക്ക് ടെൻഷനാണ്. അത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് നോക്കിക്കോളും. എന്നാലും ഞാൻ പലപ്പോഴും ആർട്ടിസ്റ്റുകളുടെ കൂടെ നിൽക്കാൻ നോക്കും. അവർക്കൊരു കംഫർട്ടബിൾ ആണ്. പിന്നെ എപ്പോഴും ചിരിക്കാനും സന്തോഷിക്കാനും അങ്ങനെ ഒരാളായതുകൊണ്ട് അവർക്കും എപ്പോഴും ഒരു ഹാപ്പിനെസ് ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ സാഡിയായിട്ട് എൻ്റെ ജോലി ചെയ്ത് മാറിക്കുന്നൊരു സ്വഭാവമില്ല. പിന്നെ സെറ്റിൽ പോയിരുന്നാലും ഞാൻ ആരോടും അങ്ങനെയൊന്നും മാറിയിരിക്കുന്നൊരു സ്വഭാവമില്ല. അപ്പം എല്ലാവരുമായിട്ട് ഒരു നല്ല വൈബ്. ഇപ്പം സിനിമയുടെ ഒക്കെ സെറ്റിൽ പോയാൽ ഭയങ്കര രസം. ഞാൻ വന്നില്ലെങ്കിൽ ചോദിക്കും, അയ്യോ ഇന്ന് ഇല്ലല്ലേ, സൂര്യ ഇസ് നോട്ട് കമ്മിങ് എന്ന് അവിടെ അറിയാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ എപ്പോഴും എല്ലാവരോടും നല്ല സ്നേഹത്തിലും ഒരാൾക്ക് വേണ്ട ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ അത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു ഹ്യൂമൻ ബീങ്ങിന് എല്ലാവരോടും സഹകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോഴല്ലേ നമ്മളിലുള്ള ഇപ്പോൾ ഒരു ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിലുള്ളൊരു തെറ്റിദ്ധാരണ മാറാനും കൂടി അത് ഉപകരിക്കും. കാരണം പലവരും ഇപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു തമിഴ് സിനിമയിൽ നമ്മൾ ക്യാരവാനിലേക്ക് പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മോള് ഓടി ചെല്ലുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവളെ കണ്ടിട്ട് അവൾ കാണുമ്പോൾ അവൾ ട്രാൻസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ക്യാരവാനൊന്നും പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവർ തള്ളി നിൽക്കുകയാണ് സോളി. സോ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മാഡത്തൂടെ ക്യാരവാൻ എങ്ങനെ ഷാർപ്പായിട്ട് ചോദിക്കുമ്പോൾ ഒരു ക്യാരവാന് തുറന്നു തരുന്നുണ്ട്. സോ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ട്. പിന്നെ അവർ വന്നിട്ട് സോറി ആർക്കിട്ടും പേസ് കൂടാതെ അയ്യോ തെരിയാമല പേസിലേക്ക് സോറി ആക്കാന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ട്രാൻസ് ആയതുകൊണ്ട് അവർക്ക് തരാനുള്ളൊരു സാധനം ചെന്ന് ചോദിക്കുകയോ ടൈം ചോദിക്കുകയോ ചെയ്യുമ്പോൾ അക്സെപ്റ്റൻസ് ഭയങ്കര കുറവായിട്ട് ചിലയിടത്ത് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അവർ പെട്ടെന്ന് നമ്മളിപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ഇവിടെ പോകുന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു വില നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഓപ്പണായിട്ട് അവരോട് സംസാരിച്ച് അവരിൽ ഒരാളാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വീകാര്യത കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളത് കൂടി ഒരു വലിയ. അപ്പം അതിലൂടെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ട്രാൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ അത് കൈയടിക്കാനോ ബഹളം ഉണ്ടാക്കാനെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്നെയൊക്കെ പരിചയപ്പെട്ട ഒരാളും ഒരിക്കലും പറയില്ല അയ്യോ അവർ ട്രാൻസ് ആണെന്ന് പോലും തോന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. കാരണം ആ രീതിയിൽ സഹകരിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് വലിയൊരു സമൂഹത്തെ കൂടെയാണ്, റെപ്രസെൻറ്റീവാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പം ആ ഇടങ്ങൾ നമ്മളെപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതും കൂടി എൻ്റെ ഒരു മൈൻഡിൽ എപ്പോഴും വരും. അതുകൊണ്ട് എപ്പോഴും ഒരു ഹാപ്പിനെസ്, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബിഹേവിങ് ബാഡായിട്ട് ആരുടെ ഭാഗത്തുനിന്നെങ്കിലും കണ്ടാലും നമ്മൾ ചെന്നിട്ട് മോർണിംഗ് വാ എന്ന് വിളിച്ച് സംസാരിച്ച് ജീവിക്കാനാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് കേട്ടോ, നിന്റെ ഭാഗത്ത് ഞങ്ങളുടെ തൊഴിൽ ഇതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സിനിമ സെറ്റിൽ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിട്ടു നിങ്ങളുടെ ആർട്ടിസ്റ്റോടുകൂടെ വരുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ, നിങ്ങൾക്ക് ഇതറിയോ, നിങ്ങൾക്കല്ലാതെ എന്ത് മേക്കപ്പ് അറിയാം എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ അവരെയും വിളിച്ചിട്ട് സൗമ്യമായിട്ട് ചിരിച്ച് എൻ്റെ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവർ പറയുന്നു ചേച്ചിക്ക് ചെയ്ത കൊള്ളത്തില്ല, എന്താ ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അങ്ങനെ സൗമ്യമായിട്ട് അതിനെ അങ്ങ് ഹാൻഡിൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ, പ്രശ്നം ഉണ്ടാക്കിയ നാളെ പറയും കമ്മ്യൂണിറ്റി എല്ലാം ഇങ്ങനെയാണെന്ന് പറയും ഇല്ല. അപ്പം അതുണ്ടാക്കാതെ
ന്യൂട്രലായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പലതും.